അതായത് സുരേഷ് ഗോപി ഇന്നലെ എയിംസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കൾ കോഴിക്കോട് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് പ്രത്യേക രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ്, വലിയ രാഷ്ട്രീയ ദുരുദ്ദേശം അതിനുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, അതിലൊരു രാഷ്ട്രീയ ദുരുദ്ദേശമില്ല. കാരണം ഇത് എനിക്കൊന്നൊരു 10-15 വർഷമായി എയിംസിൻ്റെ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എവിടെയാണ് ലാൻഡ് എന്നുള്ളത് പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലാൻഡ് കൈമാറേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എളുപ്പം ചെയ്യാൻ കഴിയാവുന്നൊരു കാര്യം, കോഴിക്കോട് കിനാലൂർ അവിടെ കയ്യിൽ 150-160 ഏക്കർ ഭൂമിയുണ്ട്. അതുകൂടെ 100 ഏക്കർ ഭൂമി എക്വയർ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ ആലോചിച്ചിട്ടാണ്, ഒരുപാട് നിർദ്ദേശങ്ങളൊന്നും. പക്ഷെ മലബാറിൻ്റെ പൊതുവെയുള്ള പിന്നോക്കാവസ്ഥ ആരോഗ്യരംഗത്തെ അതിന് മാറ്റം വരാൻ ഈ എയിംസ് കിട്ടിയാൽ വലിയ അനുഗ്രഹമായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ ഒരു തീരുമാനമെടുത്തത്. സംസ്ഥാന ഗവൺമെൻറ് സെൻട്രലിൽ എഴുതുകയും ചെയ്തു. 160 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിയിച്ചു. 100 ഏക്കർ അക്വിസിഷൻ ഏറെക്കുറെ പൂർത്തിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പൊതുവിലുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കിനാലൂർ എന്ന ആശയം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നുണ്ട്, അദ്ദേഹവുമായി സംസാരിക്കും. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധാരണുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കും. പക്ഷെ പൊതുവിലുള്ള ഒരു ആവശ്യം കോഴിക്കോട് കിനാലൂരാണ്, എല്ലാവരുടെ ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ ദുരുദ്ദേശവുമില്ല. എനിക്കൊന്ന് മലബാറിലെ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കിനാലൂരിൽ വരണം എന്നാണ് അഭിപ്രായമുള്ളത്. ഞാൻ പലരുമായി സംസാരിച്ചതാണ്, എല്ലാവരും ഏക അഭിപ്രായമാണ് കാര്യത്തിൽ. വയനാട് ഇപ്പോൾ 2 മെഡിക്കൽ കോളേജുണ്ട്. ഒന്ന് ഗവൺമെൻറ്റും ഉണ്ട്, ഒന്ന് എനിക്കൊന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ അല്ല മെഡിക്കൽ കോളേജായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. മെഡിക്കൽ കോളേജായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അവിടെ പ്രിൻസിപ്പളുണ്ട്, സൂപ്രണ്ടുണ്ട്, സ്റ്റാഫൊക്കെ ഉണ്ട്. സ്റ്റാഫിന് എണ്ണം കുറവുണ്ടാവും. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുണ്ട്, സ്റ്റാഫിൻ്റെ എണ്ണം കുറവുണ്ട്. ഇപ്പോൾ PMSSY കോഴിക്കോട് യാഥാർത്ഥ്യമായി. പക്ഷേ അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളവും തമ്മിലുള്ളൊരു MOU ഉണ്ട്. അതിനാവശ്യമായിട്ട് എല്ലാ സ്റ്റാഫും ഞങ്ങൾ നിയമിക്കുന്നു. 126 സ്റ്റാഫാണ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ ഒന്നും ചെയ്തില്ല. അപ്പം നമ്മൾ സ്റ്റാഫിൻ്റെ അല്ല. അല്ല, എല്ലാം ആലോചിച്ചിട്ടാണ്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. എയിംസ് ഒരു സ്ഥലത്തിലേ വെക്കാൻ പറ്റുമോ? എല്ലാ സ്ഥലത്തും എയിംസ് സ്ഥാപിക്കാൻ കഴിയില്ലോ. എല്ലാം ആലോചിച്ചിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റും മറ്റ് ആളുകളും. ഇതിന് ലാൻഡ് ഒരു വിഷയമാണ്, നമുക്ക് പറയാൻ എളുപ്പമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലാൻഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം ആലോചിച്ചിട്ടാണ് ഈ കിനാലൂർ ഇങ്ങനെ ലാൻഡ് അവരുടെ ഗവൺമെൻറ് കിൻഫ്രയുടെ കയ്യിലുണ്ട്, ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് ഏറെക്കുറെ മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിനപ്പുറത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നു, സ്ഥലം പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈഡാണ്, എല്ലാ റിപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനൊരു തർക്കത്തിൻ്റെ വിഷയമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടും ആലോചിക്കണം കാര്യങ്ങൾ. കാരണം ഇപ്പോൾ എവിടെ വെച്ചാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലാൻഡ് കൊടുക്കേണ്ടത്. ലാൻഡ് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇപ്പം ലാൻഡാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ ഇവിടെയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിലവിലൊരു തീരുമാനം, ഒരു നടപടിക്രമം ഉണ്ടായിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ കോഴിക്കോട് വന്നു,
കിനാറിൽ പോയി അവർ തൃപ്തരാണെന്ന് അറിയിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇത് അല്ല, പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇനി വരുന്നത്. ഞാൻ പറഞ്ഞത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമാണ് വരേണ്ടത് ഈ കാര്യത്തിൽ. പക്ഷേ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. മനസ്സിലായിക്കോളൂ. അല്ല, ഞാനതൊന്നും പറയാൻ ആളല്ല. പക്ഷെ അദ്ദേഹം കേന്ദ്രമന്ത്രി നിലക്ക് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കുന്ന കാര്യത്തിൽ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. അല്ല, ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് കേന്ദ്രമന്ത്രി എന്ന നിലക്ക് കുറെ കൂടി സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ചിട്ടാണ്. സ്റ്റേറ്റിലെ വിഷയമാകുമ്പോൾ ഓരോരോ ഏകപക്ഷീയമായി അങ്ങനെ അത് മറന്നേക്കൂ എന്ന് പറയുന്ന ഒരു ഭാഷ അത് ശരിയല്ല പ്രകാരം ഞാനതിൻ്റെ അകത്ത് മറ്റൊന്നുമല്ല. എല്ലാവരുമായിട്ട് ആലോചിച്ച് പറയേണ്ടത് ഇത് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഇനി ഇന്ത്യയിൽ 2-3 സ്റ്റേറ്റുകളിലാണ് ഇത് വരാൻ ബാക്കിയുള്ളത്. ഒന്ന് കേരളമാണെന്ന് കർണാടകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ കുറേയും കൂടി ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഈ വിഷയം. സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കണം, സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായി സംസാരിക്കണം. അങ്ങനെ മുൻകൈ എടുക്കേണ്ട ആളാണ് അദ്ദേഹം. അല്ല, എയിംസ് ചെറിയ വിഷയമല്ലോ. എയിംസ് എന്ന് പറഞ്ഞാൽ ഈ മലബാറിലെ തന്നെ 6-7 ജില്ലകളിലെ രോഗികൾക്ക് ആശ്രയിക്കാൻ കഴിയാവുന്ന സ്ഥാപനമാണിത്. ഇപ്പോൾ സ്വാഭാവികമായും അത്തരം സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ അത് ഈ വിഷയമൊന്നും അങ്ങനെ ഒരു വലിച്ചെടുക്കേണ്ട വിഷയമല്ല, നമ്മുടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമല്ല. ഇത് പൊതു താല്പര്യമാണ്. സ്റ്റേറ്റിൻ്റെ ഉത്തമ താല്പര്യമാണ് നോക്കേണ്ടത്. സ്റ്റേറ്റ് എടുത്ത നിലപാടെന്താണെന്ന് നോക്കണം, എന്തുകൊണ്ട് എടുത്തു നോക്കണം. അപ്പോൾ അതെല്ലാം നോക്കി എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ബഹുമാന്യനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കണം. അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നുണ്ട്. അല്ല, ഞാനിതിൻ്റെ അകത്ത് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കും. പ്രൈം മിനിസ്റ്ററെ കാണാൻ ശ്രമിക്കും, ഹെൽത്ത് മിനിസ്റ്ററും കാണാൻ ശ്രമിക്കും. കോഴിക്കോട്ടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണാൻ പ്ലാനുണ്ട്. എല്ലാവരും കണ്ട് സംസാരിക്കും. കേരളത്തിൽ കോഴിക്കോട്ടെ എല്ലാ ജനപ്രതിനിധികളും കാണാൻ ശ്രമിക്കും. കണ്ട് അവരുമായി സംസാരിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിക്കും, തീരുമാനിക്കും. ഒരു മുന്നാലോചന ഇല്ലാതെ പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് സുരേഷ് ഗോപി. അല്ല, ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറില്ല. പക്ഷേ കേന്ദ്രമന്ത്രി എന്ന നിലക്ക് അത് ഈ കാര്യം സംസ്ഥാന ഗവൺമെൻറ്റുമായും എല്ലാവരുമായി ആലോചിച്ച് പറയേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അതിലപ്പുറം കിടക്കുന്നില്ല. അല്ല, അവർ സൈറ്റ് നോക്കി പോയി തുടർന്ന് ഈ തൃപ്തികരമാണെന്ന് അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. മനസ്സിലാക്കിക്കോളാം. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ കുറേ നടന്നു. അപ്പോൾ പിന്നെ അതിന് തർക്കത്തിൻ്റെ കാര്യമില്ല. കിട്ടുന്ന നഷ്ടപ്പെടാൻ പാടില്ല അഭിപ്രായക്കാരാണ് ഞാൻ. കേരളത്തിൽ എയിംസ് കിട്ടുന്നത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അദ്ദേഹത്തിനുള്ള റിക്വസ്റ്റ്. ഈ പറയുന്ന പോലെ മലബാറിലെ മറ്റ് 2 ജില്ലകളിൽ കൂടി പരിഗണിക്കപ്പെട്ടാൽ അതിന് MP എന്ന നിലയിൽ താങ്കളുടെ പിന്തുണ നമുക്ക് അന്നേരം ആലോചിക്കാം. പുതിയ സർക്കാർ വന്നിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് ആദ്യമായി പറയുന്ന ഒരു കമന്റാണെന്ന് തോന്നുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൻ്റെ അകത്ത് എയിംസിന് വേണ്ടിയുള്ള നടപടികൾ കുറേ സംസ്ഥാന ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞു. ഞാൻ അതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അതിന് തർക്കത്തിൻ്റെ കാര്യമില്ല, ചർച്ചയുടെ കാര്യമില്ല. ഇനി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ട കാര്യമേ ഉള്ളൂ ഈ കാര്യത്തിൽ. അതിനൊരു ചർച്ച നടത്തി വീണ്ടും അത് വഷളാക്കി നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. അവിടെയാകട്ടെ ഈ ചോദ്യം വരുന്നത്. കാരണം ഇത്രയും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്ത് കേന്ദ്രമന്ത്രി വന്നിട്ട് പറയുന്നത് അത് മറന്നേക്കും എന്ന് പറയുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാകാതെ ഒന്നും അറിയാതെ ഇത്തരം പറയുന്നത് ശരിയാണോ? അല്ല, അദ്ദേഹം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ചിട്ട് വേണം പറയാൻ. അതും കോഴിക്കോട് വന്നിട്ട് അദ്ദേഹം പറയണം അത് മറന്നേക്കുന്നുള്ള തരത്തിൽ പറയുമ്പോൾ അല്ല, അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞറിയാം. പക്ഷെ അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഈ കമൻറ്റ് പറയാൻ പാടില്ല. അദ്ദേഹം അത്തരം ഒരു വിഷയങ്ങളിൽ
കാര്യങ്ങൾ ആലോചിച്ച് പറയും എന്ന് പറഞ്ഞാൽ അതിന് ഒരു കുറേയും കൂടി കാര്യങ്ങൾ പഠിക്കണമായിരുന്നു അല്ലേ? അല്ല, അദ്ദേഹം ഇതൊക്കെ ആലോചിച്ച് പറയാം, ഞാൻ എന്താണെന്ന് നോക്കട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയേണ്ടത്. എൻ്റെ അഭിപ്രായം. ഞാൻ അദ്ദേഹം പഠിപ്പിക്കല്ല, ഞാൻ പറഞ്ഞത് സാധാരണ ഇതിൽ സംസാരങ്ങൾ പറഞ്ഞാൽ നിങ്ങളിപ്പോഴത്തെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചാൽ ഞാൻ അത് നോക്കട്ടെ അല്ലെങ്കിൽ പഠിക്കട്ടെ അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് ഒരു പ്രാഥമികമായും ആളുകൾ പറയുന്ന മറുപടി. അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒന്നും കൂടി ഒരു സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ച് എല്ലാവരും ആലോചിച്ചിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ശരി.